ആണവ ചർച്ചകളെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായതോടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയപ്പോൾ മിസൈലുകൾ വർഷിച്ചാണ് ഇറാൻ തിരിച്ചടിച്ചത്. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി. ആണവ ചർച്ചകളെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു. US സഹായത്തോടെ ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. മിസൈൽ ഭീഷണിയെ തുടർന്ന് ഇസ്രായേലിലെ വിവിധ ഭാഗങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങി. സംഘർഷം ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടതായി UAE ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. ഇറാഖിൽ 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലുള്ള മിനാബ് നഗരത്തിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ടു. ആക്രമണത്തിൽ 5 വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിലെ എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുമുള്ള എയർ ഇന്ത്യ ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പരമപ്രധാനമായ പരിഗണന നൽകുന്നുവെന്നും അത് കണക്കിലെടുത്താണ് തീരുമാനമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.